റാണ കൊച്ചിയിലെത്തിയപ്പോൾ നിരവധി പേരെ സന്ദർശിച്ചു കണ്ടു എന്നൊക്കെ പറയുന്നു. അതിലൊരു ജഡ്ജിയും ഉണ്ട് എന്ന് പറയുന്നു. ശരിയാണോ അത്? ധന്യ പറഞ്ഞത് അത് ഗുരുതരമായൊരു പെശകുണ്ട്. റാണ നിരവധി പേരെ സന്ദർശിച്ചിട്ടില്ല, ഒരു ജഡ്ജിയെയും പോയി കണ്ടിട്ടില്ല. എന്നാൽ നിരവധി പേർ റാണയെ വന്ന് കണ്ടിട്ടുണ്ട്. അതാണ് പോലീസിനുള്ള വിവരം. അതുമാത്രമല്ല, റാണ കൊച്ചിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ദാവൂദ് ഗിലാനി, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും അയാൾ 2006 മറ്റോ ആണ് ഇയാൾ ക്രിസ്ത്യൻ പേര് സ്വീകരിക്കുന്നത്. അയാൾ ബേസിക്കലി പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത ISI ഭീകരനാണ്. അത് ഒരു പേര്, സ്വന്തം മുസ്ലിം പേര് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ദാവൂദ് ഗിലാനി എന്നുള്ള പേര് മറച്ചു വെച്ചിട്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. നോക്കൂ, റാണ ഇന്ത്യയിലെ ഓപ്പറേഷന് വേണ്ടി വന്ന തഹാവൂർ റാണ എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ അതിനിടയ്ക്ക് ഒരു ഹുസൈനുണ്ട്. ആ ഹുസൈൻ പറയില്ല. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഈ ഒബാമയ്ക്കെതിരെ കുറേ പ്രസ്താവനകൾ സമീപകാലത്ത് ട്രംപ് നടത്തി. അതായത് പാകിസ്ഥാനിലെ ചില ജഡ്ജിമാർ ഒബാമ എടുക്കുന്ന തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നു. ഉടനെ ട്രംപ് പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജഡ്ജി, അയാൾ വലതുപക്ഷക്കാരനും ഫൂൾ, സ്റ്റുപ്പിഡ്, തെമ്മാടി, അവൻ ബറാഖ് ഹുസൈൻ ഒബാമ നിയമിച്ച ആളാണ്, ബറാഖ് ഹുസൈൻ ഒബാമ എന്ന് പറഞ്ഞു. അതായത് നടുക്കുള്ള മുസ്ലിം പേര് വിളിച്ച് പറഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്നത് പോലെ ഇയാളുടെ തഹാവൂർ റാണയ്ക്ക് ഇടയിൽ ഒരു ഹുസൈനുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു പത്രമോ ചാനലോ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ആളുടെ പേര് ദാവൂദ് ഗിലാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയത്തില്ല. അപ്പോൾ അതൊരു അജണ്ടയാണ്, കൃത്യമായ ഒരു അജണ്ട. ഇതിനകത്ത് മുസ്ലിം തീവ്രവാദ പ്രവർത്തനമാണ് ഇത് എന്ന് പെട്ടെന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പേരുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് ഹെഡ്ലിയും റാണയും തമ്മിൽ, ഹുസൈൻ റാണയും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സന്ദേശങ്ങളിലെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതായത് കൊച്ചിയിൽ ഉൾപ്പെടെ ഉണ്ടായത്, കൊച്ചി, പൂനെ, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇയാൾ താമസിച്ച സമയത്ത്, അതായത് സ്ഫോടനത്തിന് തൊട്ട് മുമ്പ്, സ്ഫോടനത്തിന് 10 ദിവസം മുമ്പ്, അതായത് നവംബർ 16 ഇവിടെ താജ് ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു, 17 ചെക്കൗട്ട് ചെയ്തു. ഈ സമയത്തൊക്കെ ആയിട്ട് ഇയാൾ 88 തവണ ഹെഡ്ലിയെ വിളിച്ചിട്ടുണ്ട്. ഈ കോളുകൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഈ കോളുകൾ ട്രേസ് ചെയ്തപ്പോൾ നിന്നാണ് ഈ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 10ഓളം ആളുകൾ റാണയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ അതിലെത്ര പേർ താജ് ഹോട്ടലിൽ വന്ന് കണ്ടിട്ടുണ്ട് എന്നത് അറിയണം. ഇപ്പോൾ റാണയെ ഇപ്പോൾ 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് കൊടുത്തിരിക്കുന്നത്. UAPA കേസ് ആയതുകൊണ്ട് അത് വേണമെങ്കിൽ 1 മാസം വരെയൊക്കെ കസ്റ്റഡിയിൽ കിട്ടാം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയി, ഈ വെടിവെപ്പ് നടന്ന സ്ഥലം, ആളുകളെ കൊന്ന സ്ഥലം, ഇവർ വന്നിറങ്ങിയ സ്ഥലം, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പിന്നെ കൊച്ചിയിലും 4-5 പ്രധാനപ്പെട്ട സിറ്റികളിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കാൻ കൂടുതൽ സമയം വേണമെന്നുള്ളതുകൊണ്ട് കസ്റ്റഡി നീട്ടിക്കിട്ടാൻ സാഹചര്യമുണ്ട്. അപ്പോൾ കൊച്ചിയിൽ റാണ ഉണ്ടായിരുന്ന സമയത്ത് ബന്ധപ്പെട്ട നമ്പറുകളിൽ ഒന്ന് ഒരു ജഡ്ജിയുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് ലെവലിലുള്ള ജഡ്ജിയാണെന്ന് ഞാൻ പറയുന്നത്, ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്ന ഒരാളുടെ നമ്പറിലേക്ക് റാണയുടെ ഇന്ത്യൻ നമ്പറിൽ നിന്ന്, ഇവിടെ എടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് കോള് പോയതായി കണക്കാക്കുന്നു. അത് ഒരുപക്ഷെ ജഡ്ജി നേരത്തെ ഉപയോഗിച്ചിരുന്ന പേഴ്സണൽ നമ്പർ കട്ടായതിനു ശേഷം മറ്റാർക്കെങ്കിലും കൊടുത്തതാണോ, മറ്റാർക്കെങ്കിലും കിട്ടിയതാണോ, അതോ ജഡ്ജി അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതുണ്ട്. ഈ രാവിലെ എറണാകുളം സൗത്തിലൂടെ പോകുമ്പോൾ ഗുജറാത്ത് പോലീസ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച കുറച്ച് ഇന്നോവകൾ പോകുന്നത് കണ്ടു എന്ന് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഈ ഗുജറാത്ത് പോലീസ് എന്തിനാണ് 10ഓളം ഇന്നോവ എടുത്ത് കേരളത്തിൽ കറങ്ങുന്നത് എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. അതിൻ്റെ ഉത്തരം പോലീസിനറിയാം. ആ ഉത്തരം എന്തെങ്കിലും ആളുകളുടെ സസ്പെൻസായിട്ട് തന്നെ ഇരിക്കട്ടെ. ഏതായാലും റാണയുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല ഗുജറാത്ത് പോലീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ എന്തിനാണ് ഗുജറാത്ത് പോലീസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവകൾ ഇവിടെ വന്ന് കൊച്ചി നഗരത്തിലൂടെ ഓടുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇനി ഗുജറാത്ത് പോലീസ് റാണയുടെ കേസ് അന്വേഷിക്കാൻ ഗുജറാത്ത് പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, ആരാണ്? NIA ആണ്. NIA മാത്രമാണ്. NIA അല്ലാതെ CBIക്ക് പോലും ചില ചാനലുകളൊക്കെ പറയുന്നത് NIA, CBI, കേരള പോലീസ് എല്ലാം കൂടെ. അങ്ങനെയൊന്നുമില്ല. NIAയുടെ IGയും DIGയും ഉൾപ്പെടുന്ന ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള 14 അംഗ ടീം, അവർ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ റാണയെ ഞെട്ടിക്കാൻ വേണ്ടി റാണ പറയുന്ന തെളിവുകൾ, മൊഴി തെറ്റാണെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു മിസ്റ്റീരിയസ് വിറ്റ്നസ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അയാളെ കൂടെ റെഡിയാക്കിയിട്ട് വരും ദിവസങ്ങളിൽ ആ ചോദ്യം ചെയ്യൽ നടക്കും. അപ്പോൾ റാണയുടെ ഇടപാടുകൾ മൊത്തത്തിൽ ദുരൂഹമാണ്. കൊച്ചിയിൽ റാണ വന്നത് എന്തിനാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്ന്, കേരളത്തിൽ നിന്ന് ആളുകളെ ISലേക്ക് റിക്രൂട്ട് ചെയ്യാനായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ
ഒരു തീവ്രവാദി ആക്രമണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന എവിടേക്കാണ്? ഒന്ന് ഡൽഹി നടക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ നടക്കും, അല്ലെങ്കിൽ ബോംബെ നടക്കും. ഈ 3 സ്ഥലങ്ങളിലാണ്. പിന്നെ കാശ്മീരിൽ പിന്നെ ഒരു കാലത്ത് നിരന്തരം തീവ്രവാദി ആക്രമണമായിരുന്നു. പ്രധാനപ്പെട്ട തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. സൗത്ത് ഇന്ത്യയിൽ പിന്നെ കോയമ്പത്തൂർ നടന്നിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊന്നും ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഇത്തരം വിദേശ ചാര സംഘടനകളുടെ ഏജൻസികൾക്ക് ഈ 3-4 സിറ്റികളിലേ കഴിവുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ചെയ്യാനുള്ള ശേഷിയില്ല എന്നൊരു തോന്നൽ പൊതുവിലുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി കേരളത്തിലൊരു സ്ഫോടന പരമ്പര നടത്തിയാലോ? ഇപ്പോൾ കേരളത്തിൽ എറണാകുളം കളക്ട്രേറ്റിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു, കൊല്ലം കളക്ട്രേറ്റിൽ നടന്നിട്ടുണ്ട്. പിന്നൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരാക്രമണം നടന്ന് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസാണ്. മദനിയുടെ ഭാര്യ സൂഫിയ ഉൾപ്പെടെയുള്ളവർ ആ കേസിൽ പ്രതിയാണ്. അതിൻ്റെയൊക്കെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതല്ലാതെ ബാംഗ്ലൂരോ കോയമ്പത്തൂരോ ഡൽഹിയിലോ ബോംബെയിലോ നടന്ന തരത്തിലുള്ള ആ ലെവലിലുള്ളൊരു അറ്റാക്കോ സ്ഫോടനങ്ങളോ കേരളത്തിൽ നടന്നിട്ടില്ല. അതിനോടൊക്കെ പൊളിറ്റിക്കൽ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഏത് മുന്നണി ഭരിച്ചാലും മുസ്ലിമുകൾക്ക് വലിയ സ്വാധീനം ആ സർക്കാരിലുണ്ടാവും, സംരക്ഷണം കിട്ടും. അങ്ങനെ ഒരു സേഫ് ഹെവൻ ആണ് കേരളം. അത് ഇവിടെ സ്ഫോടനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ കേന്ദ്രസേനയെ അമിത്ഷായും ഇങ്ങോട്ട് വരും. പിന്നെ ഒളിക്കാൻ ഇടമുണ്ടാവത്തില്ല. കാശ്മീർ പോയി. കാശ്മീരിലെ ഭീകരവാദിക്ക് ഇപ്പോൾ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേരളം കൂടെ കളയണോ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ള ഒരു തിയറിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അവർക്ക് നാഷണൽ അറ്റൻഷൻ കിട്ടാൻ വൈറ്റലായിട്ടുള്ള ആക്രമണം എവിടെ നടത്തിയാലും അവിടെ ചെയ്യും. ഇപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസം മുമ്പ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ ഒരു ഡ്രോൺ പറന്നിട്ടുണ്ട്. അതിനു മുമ്പ് 2 മാസം മുമ്പ് പറഞ്ഞു. പോലീസിന് ഇത് എവിടെ നിന്ന് വന്നത് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നോ ഫ്ലൈ സോണാണ്, അതിൻ്റെ മുകളിലൂടെ പറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അതെല്ലാവർക്കും അറിയാമായിരുന്നിട്ടും നമ്മുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ ആരും നടത്തുന്നുണ്ട്. കേരളം അത്ര സേഫ് ഹെവനൊന്നും അല്ല. സേഫ് ഹെവനായിട്ട് വെച്ചിരുന്ന എല്ലാ ഭീകരവാദി സംഘടനയും അംഗീകരിക്കണ്ടേ? ചിലർ പറയുന്നു കേരളത്തിലൊന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഒളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. അത് മാറ്റിയിട്ട് അങ്ങനെയല്ല, കേരളത്തിലും വേണം. കാരണം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ ആശയങ്ങൾക്ക് വലിയ പ്രചാരം കിട്ടുന്നുണ്ട് കുറേ കാലമായി. അതുകൊണ്ട് കേരളത്തിലും ഒരു അറ്റാക്കൊക്കെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദി സംഘങ്ങളുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും കേരളത്തിൽ ഒരു ആക്രമണം നടത്താനാണോ വന്നത്? കാരണം കേരളത്തിലേക്കും വരാൻ ഈ പറഞ്ഞ പോലെ കോസ്റ്റൽ ഏരിയ ഉണ്ട്. ലക്ഷദ്വീപിലെ കുറേ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ലക്ഷം ദ്വീപൊന്നുമില്ല, 30-32 ദ്വീപുകളാണ്. അതിൽ 6-7 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ബാക്കി ദ്വീപുകൾ മുഴുവൻ വിജനമാണ്, വെറുതെ കാട് പിടിച്ച് കിടക്കുക. ഇപ്പോൾ ആന്ത്രോത്ത്, കൽപ്പേനി, ബംഗാരം ഒക്കെ പറയുന്ന കുറേ ദ്വീപുകളിലെ ജനവാസമുള്ളൂ. ബാക്കി ദ്വീപുകളൊക്കെ വെറുതെയാണ്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് ലോബിയൊക്കെ ലക്ഷദ്വീപ് കടൽ പ്രധാന യാത്രാപാതയാക്കി. വേണ്ടി വന്നാൽ അവിടെ പോയി ഇറക്കി വെക്കാം, അവിടെ പോയി ആയുധങ്ങളോ ഒക്കെ ശേഖരിക്കാം, രഹസ്യമായി വന്ന് അവിടെ കയറാം. അതെല്ലാം കണക്കിലെടുത്താണ് ലക്ഷദ്വീപിനെ വികസിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുകയും അവിടെ സൈനിക താവളമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം കേരളത്തിലുണ്ടായ വേള ഓർക്കുന്നത് സേവ് ലക്ഷദ്വീപ് എന്നും പറഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ സേവ് ലക്ഷദ്വീപൊക്കെ വരുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തര ജാഗ്രത ലക്ഷദ്വീപിൽ ഇല്ലാതിരുന്ന കാലത്താണ് 2008 മുംബൈ സ്ഫോടനം നടക്കുന്നത്. ആ സമയം അതിന് തൊട്ടു മുമ്പാണ് 2006 മുതൽ 2008 വരെ ഈ ഹെഡ്ലിയും റാണയും ചേർന്നിട്ട് ഇന്ത്യയിൽ ഈ ഓപ്പറേഷൻ കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ലക്ഷദ്വീപിലെത്തി അവിടെ കേന്ദ്രീകരിച്ച് അവിടെ നിന്നൊരു സർപ്രൈസ് അറ്റാക്ക് കേരളത്തിൽ നടത്താൻ റാണയും ഹെഡ്ലിയും പ്ലാൻ ചെയ്തിരുന്നില്ല എന്നെങ്ങനെ അറിയാം? കാരണം 2 കാരണമുണ്ട്. ഒന്ന്, സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എറണാകുളത്താണ്, കൊച്ചിയിലാണ്. അപ്പം ഈ വലിയ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം നേവൽ കമാൻഡിന് അല്ലെങ്കിൽ നമ്മുടെ സൈനിക കേന്ദ്രം ഇവിടെ ആയതുകൊണ്ട് അവിടെ ഒരു ആക്രമണം നടത്തിയാൽ ദേശീയ ശ്രദ്ധയല്ല അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി കൊച്ചിയിൽ വന്ന് പ്ലാൻ ചെയ്തതാണോ എന്നറിയില്ല. അതിനുള്ള ഒത്താശ ചെയ്ത് കിട്ടാനും നിയമപരമായ കാര്യങ്ങളിൽ അഡ്വൈസ് കിട്ടാനും ഒക്കെയാണോ ഈ ജുഡീഷ്യൽ ഓഫീസറായിരുന്ന ആളെ ഉൾപ്പെടെ ബന്ധപ്പെട്ടതെന്നറിയില്ല. അപ്പോൾ ഏതായാലും കൊച്ചിയിൽ എന്തോ ഒരു പരിപാടി നടത്താൻ റാണയും ഹെഡ്ലിയും പ്ലാൻ ചെയ്തത്. അത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിൽ അങ്ങനെ എളുപ്പം ഈ കൊച്ചിയിലേക്ക് വന്ന് കൂടാൻ കഴിയില്ല എന്നതുകൊണ്ടാണോ ഇത്? കാരണം സതേൺ നേവൽ കമാൻഡ് തൊട്ടടുത്തുള്ളതുകൊണ്ട് ഈ നിരീക്ഷണങ്ങൾ ഒഴിവാക്കി കൊച്ചിയിലേക്ക് വന്ന് കയറാൻ പാടില്ല എന്ന് കണ്ടതുകൊണ്ട് അബോട്ട് ചെയ്താണെന്ന് അറിയില്ല. പക്ഷേ കൊച്ചിയിൽ അങ്ങനെ വന്ന് ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം വൈപ്പിൻ നിന്ന് മുനമ്പയിൽ ഇപ്പോൾ വഖഫിൻ്റെ പേരിൽ വലിയ വിവാദമാവുന്ന മുനമ്പത്തു നിന്നാണ് ഒരു അജ്ഞാതമായ ബോട്ട് വന്ന് ബോട്ടിൽ ശ്രീലങ്കൻ പൗരന്മാരെ ഉൾപ്പെടെയുള്ള കയറ്റിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് ഓടിച്ചു പോയി. ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരവിടെ വന്ന് ബോട്ട് പുറപ്പെടുന്നത് വരെ
അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുനമ്പം ഒരു വിജനമായ സ്ഥലമാണ്. നമ്മുടെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് മുനമ്പംകാരെ ഒഴിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പോലും ഇത്തരം ചില അജണ്ടകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും റാണ കൊച്ചിയിൽ വന്നു. ഈ പറഞ്ഞതുപോലെ ഒരു നടിയെ ആണോ എന്നറിയില്ല, നടിയാണോ എന്നുവരെയുള്ള സംശയങ്ങളുണ്ടാകുന്ന ഒരു യുവതി കൂടുതലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം പറയുന്നത് റാണയുടെ ഭാര്യയാണ്, റാണയുടെ ഭാര്യ. റാണയുടെ ഭാര്യ ഈ വിസിറ്റുകളുമായി ബന്ധപ്പെട്ട് റാണ ഇന്ത്യയിലെത്തിയപ്പോൾ റാണയുടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ ഇവിടെയുള്ള ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളൊക്കെ അത് സംറ എന്ന് പറയുന്ന റാണയുടെ ഭാര്യയാണെന്ന് ചില മാധ്യമങ്ങളിൽ നിന്ന് എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഒരു സോഴ്സും അത് കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ ചില സോഴ്സുകൾ വഴി ഞാൻ അന്വേഷിച്ചു, റാണയുടെ ഭാര്യയാണോ? അല്ല, റാണയുടെ ഭാര്യ ആഗ്രയിലും വന്നിട്ടില്ല, മുംബൈയിലും വന്നിട്ടില്ല, കൊച്ചിയിലും വന്നിട്ടില്ല. പിന്നെ വന്ന സ്ത്രീ ആരാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട്. ആ സ്ത്രീയെ പറ്റി ഉൾപ്പെടെയുള്ള ഈ ജുഡീഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളം മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടി തീരുമാനിച്ച ഹെഡ്ലിയുടെയും റാണയുടെയും ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിൻ്റെ പ്ലോട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമായിരിക്കും.